ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ നമ്മളെ ബീഫാട്ടോ മക്കളെ. ബീഫ് ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. കാണിക്കുമ്പോൾ മീൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാക്കണ ബീഫിൻ്റെ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബീഫ് എന്താ വെക്കേണ്ടത്? റോസ്റ്റ് ബീഫ് മുളക് ഇടുക, ബിരിയാണി. ബിരിയാണി അല്ല, നെയ്ച്ചോറ്. നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം, നമ്മളെ അധികം കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ നമ്മൾ ആ റൈസ് ഉണ്ടല്ലോ ഒരു ഇതിൽ വെക്കണേ, ആ രീതിയിൽ ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നല്ലോണം കേടുക്കട്ടെ കേട്ടോ. നല്ല ബീഫാണ് കേട്ടോ. ഇതേ മുടി അളകിച്ചലുണ്ടേന് അതിന്റെ ബീഫാണ്. നല്ല അടിപൊളി കണ്ടോ, നല്ല എല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ബീഫാണ് കണ്ടോ. ആ എല്ലില്ലാറിനപ്പോ താക്കണ എല്ലും കൂട്ടം വേടെ നിക്കണേ കണ്ടോ. എല്ലില്ലാന്ന് പറഞ്ഞപ്പോ എല്ലുമുട്ടൻ ചാടി വന്നു മക്കളെ. അപ്പൊ നമുക്ക് ബീഫിക്ക് നമ്മളെന്താ പറയുക, നല്ല തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂട് വെള്ളം വേണം. അപ്പൊ ഞാൻ അതിന് ഇതൊക്കെ ക്രഷ് ചെയ്തെടുക്കണതിന്റെ മുന്നേ നമുക്കത് ഒന്ന് ചൂടാക്കാം. അപ്പൊ ഇതാക്കണേ നമ്മളെ ഉരലില് ഞാൻ എടുത്തിക്കണം. അതിൽ ഇതാക്കണേ കൊച്ചുള്ളി. ഇത് വല്യുള്ളി ആയിട്ടോ, പക്ഷെ കൊച്ചുള്ളിന്റെ പോലെ തന്നെ ഉണ്ട് അല്ലേ. വല്യുള്ളി, കൊച്ചുള്ളി ഒരു ഇത്ര മതി അല്ലേ. കഴുകി വെച്ചാൽ എന്നാലും പറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ അടച്ചിങ്ങനെ വെക്കല്ലേ. നമ്മളെ കൊച്ചുള്ളിനെ തീക്കണ്ടിടുക. ഇനി ഇതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി, ഇതൊന്നും നമുക്ക് ഇടാൻ തന്നെ തോന്നൂല, ഭയങ്കര വില കേട്ടോ വെളുത്തുള്ളിക്കൊക്കെ. അത്യാവശ്യം നല്ല റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി കുറച്ച് വേണം. അപ്പൊ 2 അധികം തന്നെ വിടുക, വില കണ്ടാലോ എടുക്കാനും തോന്നൂല. വെളിച്ചെണ്ണന്റെ വിലയോ ഭയങ്കര വിലയാട്ടോ മക്കളെ. എല്ലാ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര, തേങ്ങക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇഞ്ചി ഇതുപോലെ തന്നെ ഇടാം. കാന്താരി മുളക് ഉണ്ടല്ലോ, നമുക്ക് ഒരു 3-4 കാന്താരി മുളക് കൊണ്ടിട്ടിട്ട് ഇനി നമുക്ക് ഇതിനതാക്കണം. ഇവരെല്ലാരും പാടെ അങ്ങോട്ട് കൂട്ടി ഇടിക്കുക തന്നെ. കണ്ണ് കൂട്ടണം. എന്താ അറിയാത്തോല് ഇതിങ്ങനെ ഇടിക്കുമ്പോണ്ടല്ലോ ഒന്നായിട്ടാണ് തെറിച്ചു പോകും. എനിക്കൊന്നും ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഒന്നും എനിക്കൊന്നും അറിയില്ലേ. ചട്ടിയിൽ തൂമിക്കാൻ എന്താ നമ്മള് വറവ് ഇടാൻ വേണ്ടിങ്ങാണ്ട് മുളക് ഒക്കെ ഇട്ടാലേ, അതേമാതിരി എന്താ ഉണക്ക ഡ്രൈ ഫിഷ് ഇല്ലേ, അതിങ്ങനെ പൊരിക്കുന്ന സമയത്ത് അതിക്ക് മുളക് ഇടും. ഇങ്ങനത്തെ വലിയ മുളകാണെങ്കിൽ കീറിയിടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഇടും, മുളക് ഇടും. എന്നിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ അതിന്റെ കുരുണ്ടല്ലോ അങ്ങോട്ട് അവിടെ തെറിക്കും. അറിയില്ല, അന്ന് തെറിക്കും എന്ന് അറിയില്ല. നമ്മളെ പെരിയിലൊന്നും അധികം കിച്ചണിൽ പോണില്ലല്ലോ, അപ്പൊ നമുക്കതറിയില്ല. പിന്നെയാണ് ഇങ്ങനെ മനസ്സിലാക്കിയെടുത്തത്. അപ്പാണ് മുളക് അതിലിട്ടാല് തെറിച്ച് അതിന്റെ കുരു നമ്മളെ മേലേക്ക് തെറിച്ച് വരും എന്നൊക്കെ അറിയാം. ഇഞ്ചി ഇപ്പൊ ഇതൊക്കെ നിങ്ങളെല്ലാം കണ്ടു പഠിച്ചോണ്ട് എന്റെ കാലത്ത് ഞാൻ പറയില്ല, എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ അപ്ഡേറ്റ് ആയ മക്കളാണ്. 3-ാം ക്ലാസ്സിന്നൊക്കെ കിച്ചണിൽ കയറണം മക്കൾ. അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാം പറയും. അപ്പൊ അറിയണമെന്ന് ഞാൻ പറയുന്നത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ നെയ്ക്കാരം വരിക. പുട്ടുണ്ടാക്കാൻ അറിയണം, റവപ്പുമാവ് ഉണ്ടാക്കാൻ അറിയണം. ജീരകം, അത് വലിയ ജീരകം. ഇപ്പൊ നമ്മളെ ബീഫിനെ നമുക്ക് ഇതിൽ കണ്ടിടുക, കുക്കറിൽ തന്നെ ഇടുക. പിന്നെ മസാല ഉണ്ടല്ലോ, ഞാൻ കുത്തി ചതച്ച് വെച്ച മസാല ഇഞ്ചി പരുവാക്കിയതാണ്. ഇതൊക്കെ കഴുകി വെച്ചാലും നിങ്ങൾക്ക് എന്താ പറയുക, ലൈവാക്കിയാണ് ഞാൻ ഇങ്ങനെ കഴുകുന്നതും കാണിച്ചു തരാം കേട്ടോ. കഴുകി നമ്മൾ കഴുകി എടുത്ത് വെച്ചാൽ ലൈവാക്കിയാണ് ചെയ്യുന്ന കാണിക്കണം. അപ്പൊ നമ്മളെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇടാം. തക്കാളി ഫസ്റ്റ് ഇങ്ങനെ ഇടാതെ ഞാൻ ഇഷ്ടം പോലെ നമ്മളെ ബയോയില് നോക്കിയ യൂട്യൂബ് ചാനലിന്റെ ഇതിൽ നോക്കിയ ബീഫൊക്കെ ഉണ്ടാക്കിയ പല വിധത്തിലുണ്ട്. അപ്പൊ തക്കാളി ഇങ്ങനെ ഇടാതെ ഉണ്ടാക്കുന്നുണ്ട്, തക്കാളി ഇട്ടത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ തക്കാളിയൊക്കെ വെട്ടിയിട്ട് ചെയ്യണാണ്. നമ്മളതാക്കണ കുഞ്ഞന്മാരതാക്കണേ, ഇവരതേക്കൊന്ന് അത്യാവശ്യം ചൂടായി തിളച്ചിട്ടത് ഞാൻ ഓഫാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ അതിന്റെ മുന്നായിട്ട് ഇതാക്കണം ഞാൻ മസാലകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ.
ഇപ്പൊ മല്ലിപ്പൊടി ഒരു ഇതിനൊരു 2 ടീസ്പൂൺ. ഞാൻ പറയാം ടീസ്പൂണ് സ്പൂണ് അതൊന്നും കണക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മളെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ അതിനെന്താ എത്ര വേണ്ടി വരും ആ ഒരു ഇതിനാണ് ഞാൻ ഇടുന്നത്. മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്, പുതിയ മുളക് പൊടിയാണ്. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അത്യാവശ്യം ചൂടായിട്ടോ നമ്മളെ മസാലകളൊക്കെ ഒന്ന് ചൂടായി. ഇനി നമുക്ക് നമ്മളെ ബീഫ് തട്ടുക. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പോഴാണ് ആ ബീഫിന്റെ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു, അല്ലെങ്കിൽ ഒരു പച്ച ചൊവയാണ് വരിക. ഉപ്പിടട്ടെ? പിന്നെ മോളെ ഉപ്പ് വേണം. ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്യാം. സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുക കേട്ടോ. ഇതിലെന്തിൻ്റെ കുറവുണ്ടെന്ന് അറിയോ? കറി ലീഫിന്റെ കുറവുണ്ട് ഇപ്പം മസാല കൂട്ടി വെച്ചില്. എന്താ ടേസ്റ്റ് ഇതറിയോ? ഇതിന്റെ മസാലയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. മക്കളെ ഇവിടെ ഞങ്ങള് വേറെ വർത്താനം പറയണം കേട്ടോ. അപ്പൊ കുക്കർ ഒന്നിക്കട് വെച്ചു, വേറെ വർത്താനം പറഞ്ഞ് ചിരിക്കണം. അതിന്റെ അടിയിൽ കൂടെ ഓരോരോ കോമഡി പറയണ്ടേ. പാത്രങ്ങളുണ്ടല്ലോ, എടുത്ത പാത്രങ്ങള് അപ്പൊ തന്നെ കഴുകി എടുത്ത് വെക്കുക. അതൊരാള് നമ്മൾ എടുക്കുന്ന പാത്രം, നമ്മൾ എടുക്കുന്നതല്ല, നമ്മളെ വീട്ടില് കിച്ചണില് ആരും ഉപയോഗിച്ചാലും അവിടെ കിച്ചണിൽ പാത്രം കണ്ടാൽ അത് അപ്പം തന്നെ എടുത്ത് മാറ്റി വെക്കുക. അല്ലാതെ ഞാനും എൻ്റെ പാത്രമാണ് മറ്റൊരു പാത്രമാണ് വേണ്ട. ആ കിച്ചണിൽ പാത്രം കണ്ടാൽ അതെടുത്ത് അത് അപ്പം ക്ലിയർ ആക്കാം. കിച്ചൺ എപ്പോഴും വൃത്തിയാക്കി വെക്കാം. നമ്മളെ കുക്കറുണ്ടല്ലോ, ഞാനിവിടെ ഐസ് ഇതാക്കണ് കണ്ടോ, ഐസ് എടുത്ത് പാത്ത് വെച്ചിട്ടോ. ആരെൻ്റെ ഐസൊക്കെ കഴിച്ചേ? എൻ്റെ ഐസ് എടുത്തു. നിങ്ങൾ ഐസൊക്കെ തിന്നോ ഷാജിയെ? ഐസൊക്കെ എടുത്തു, കൂടെ ഐസ് എടുത്തു. അപ്പൊ ഇന്റേത് ആരാ കഴിച്ചത്? ഇന്റേത് കാണാനല്ല. പിന്നെ ആരാ കഴിച്ചത്? ഇയ്യാ എവിടെ ഇന്റെ കണ്ടോ, അതാ അലക്കി കൊണ്ടുവച്ചതാണ്. അതൊക്കെ ഇങ്ങനെ ഇനി അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഐസ് ആരോ മോഷ്ടിച്ചു ഗൈസ്. അപ്പൊ നമ്മളെ നെയ്ച്ചോറ് റെഡിയായി. ഇതാ കണ്ടോ, അധികം ചെലവൊന്നുമില്ല. ഉള്ളി വേണ്ട, വലിയ സവാള ഒന്നും വേണ്ട. സവാളയൊന്നും ഇല്ലാതെ നമ്മളെ പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടില്ല, പട്ടയും പിന്നെ ഏലക്കായും മാത്രം ഇട്ട് കാണിട്ടോ. നല്ല അടിപൊളി. ഇതാ കണ്ടോ, എന്ത് നല്ല സ്മെല്ലുണ്ട് ബീഫ്. ബീഫല്ലേ ഞാൻ വിചാരിച്ചിട്ട്. നിങ്ങൾ നോക്കാൻ നമ്മളെ നെയ്ച്ചോറൊക്കെ നമ്മളെ ബാവുല്ലേ, ബാവു ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് ഇത്. ഇത് ഒന്ന് കൂട്ടി നോക്കാൻ നിങ്ങള്. അതാ റൈസിന്റെ തേക്കാരം തന്നെ. ആ ചൂടില്ല ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? ഒട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിയതാ റൈസൊക്കെ അങ്ങനെ കാണുമ്പോ തോന്നിയതാ. ഒട്ടുണ്ടോ? അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ അതിലിങ്ങനെ കണ്ടിട്ടില്ലേ? ഇതിലോ നിങ്ങളെ ചോറ് ഇങ്ങനെ കയ്യിലാക്കി കണിയാട്ടോ. ആ നല്ല ബീഫാണ്. ബീഫ് കഴിക്കാൻ പാടില്ല ഈ മാസത്തില്. മരക്കൊക്കെ അല്ലേ, ഓരോന്നും ബീഫ് കഴിക്കൂല. മീന്, ബീഫ്, ചിക്കനൊന്നും കഴിക്കൂല. പിന്നെ അതേപോലെ മുരിങ്ങ, പിന്നെ വേറെ എന്തോ സംഭവം ഉണ്ട്. അതേമാതിരി ഇതിൻ്റെ ഇടയിൽ ഒരു ഏകാശി പറഞ്ഞൊരു നോമ്പില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു ഷാജിയെ. എന്നിട്ട് പുഴുക്ക് മാത്രം കഴിക്കുക. അതായത് റവപ്പുമാവ് കഴിക്കുക, പഴം കഴിക്കുക, അങ്ങനെ പുഴുക്കാക്കിങ്ങാണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണ കാണിച്ചിട്ടില്ല.
അത് ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് പാത്രത്തിൽ തട്ടിയതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതാക്കണ ഇതിലേക്ക് നമ്മൾ വലിയുള്ളി ഒന്നും ഇടണില്ല. അതാക്കണ പട്ട പിന്നെ ഏലക്കായ ഒരു 2 ഏലക്കായ കേട്ടോ. ഇനി ഇതൊന്നും ഇങ്ങനെ മൂത്ത് വരട്ടെ. ഇതൊന്നും ഇങ്ങോട്ട് നമ്മൾ സിമ്മിൽ വെക്കുക. സിമ്മിൽ വെച്ചിങ്ങോട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതാക്കണ ഈ റൈസ് ഉണ്ടല്ലോ, ഇതാക്കണ ഞാൻ വെള്ളം വാർത്തുങ്ങാണ്ട് ഇങ്ങനെ ഇതിലിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചതിന് കേട്ടോ. അപ്പോൾ വെള്ളം വാർത്തുങ്ങാണ്ട് നല്ലോണം വാർക്കണം. വാർത്തിട്ട് നമ്മൾ ഈ റൈസ് ഇതിൽ ഇനി ഇതാക്കണ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം ആവശ്യത്തിന് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുക. ഇത് ഞാനൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഈ റൈസ് ഉണ്ടല്ലോ ഇതിലിങ്ങനെ ഇളക്കി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒരു ഇച്ചിരി ഇതിലേക്ക് നെയ്യ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയല്ല. അപ്പോൾ കുറച്ചിങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. അത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകാണ്ട് ഞാനില്ലൊരു നെയ്ച്ചോറ് ഗീ റൈസ് റെഡിയാക്കിയില്ലേ, അത് ഞങ്ങൾക്ക് എൻ്റെ അളിയനിങ്ങനെ പറഞ്ഞു തന്നേനെ. അപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് അത് ഇങ്ങനെ ശരിക്കും നോർമലായിട്ട് ഉള്ള കാണിക്കണം കേട്ടോ. വെള്ളം അത് മതിയോ? ഉണ്ടാവില്ലേ? നമ്മൾ ലെമൺ ജ്യൂസ് ഇല്ലേ, ലെമൺ ജ്യൂസ് കുറച്ച് ഈ ടൈമിൽ നമ്മൾ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിക്കുക. അത് ഒഴിക്കണ എന്തിനാണ്? ഇത് റൈസിന് വെള്ള കളർ കിട്ടാൻ. ഈ ലെമൺ ജ്യൂസ് ഇതിൽ ഒഴിക്കുക കേട്ടോ. നമ്മളിത് അടച്ച് വെക്കുക. ചേച്ചി ചോറ് കണ്ടേ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചില്ല. അപ്പൊ പെച്ചി ഫസ്റ്റ് വിചാരിച്ചെന്താണെന്ന് അറിയോ, ഇങ്ങനെ ആ പാത്രത്തിലിട്ടപ്പോഴേ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നതാണ്. പിന്നെ ചോറ് കഴിച്ചപ്പോഴാണ് തകഞ്ഞ് ഞാനിതാ ഇതിലേക്കൊന്ന് തട്ടി വെക്കട്ടെ കേട്ടോ. കാണിച്ചു തരട്ടെ. കണ്ടോ ചോറ്?